വധിക്കപ്പെട്ടിട്ട് ഈ ജൂലൈ 29-ന് 32 വർഷം തികയുന്നുവെങ്കിലും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് PKM അബുൽ ഹസൻ എന്ന മൗലവി ചേകന്നൂരിൻ്റേത്. ആ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് കൂടുതലറിയാൻ ചേകന്നൂർ കേസിൻ്റെ നാൾവഴിയിലൂടെ ഒരു സഞ്ചാരം. 1993 ജൂലൈ 29 എടപ്പാൾ കാവിൽപ്പടിയിലെ PKM മൻസിലിൽ നിന്ന് മൗലവി ചേകന്നൂരിനെ 2 യുവാക്കൾ മതപ്രഭാഷണത്തിനെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോകുന്നു. 1993 ജൂലൈ 31 മൗലവിയെ കാണാനില്ല എന്ന് പറഞ്ഞ് അമ്മാവൻ KK സാലിം ഹാജി പൊന്നാനി പോലീസിൽ പരാതി കൊടുക്കുന്നു. 1993 ഓഗസ്റ്റ് 16 കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു. 1995 നവംബർ 10 കേസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI ഏറ്റെടുക്കുന്നു. 1996 സെപ്റ്റംബർ 10 CBI കേസന്വേഷണം ആരംഭിക്കുന്നു. 2000 ആണ്ട് നവംബർ 8 മൗലവിയെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്ന് CBI കണ്ടെത്തുന്നു. 2000 നവംബർ 27 മൗലവി വധത്തിൽ പങ്കാളികളായ ആലങ്ങോട് സ്വദേശി VV ഹംസ, കുഴിമണ്ണ സ്വദേശി ഇല്യൻ ഹംസ എന്നിവർ അറസ്റ്റിൽ. 2000 നവംബർ 29 മൗലവിയുടെ ഭൗതികാവശിഷ്ടങ്ങൾക്കായി പുളിക്കലിന് സമീപം അരൂർ ചുവന്നകുന്നിൽ തിരച്ചിൽ ആരംഭിക്കുന്നു. 2000 ഡിസംബർ 11 ഗൾഫ് നാടുകളിൽ കഴിയുന്ന 4 പ്രതികളെ വിട്ടുകിട്ടാൻ CBI ആഭ്യന്തര മന്ത്രാലയത്തിന് അപേക്ഷ നൽകുന്നു. 2001 ജനുവരി 19 കേസിലെ മറ്റൊരു പ്രതി സൗത്ത് കളമശ്ശേരിക്കാരനായ PK സൈഫുദ്ദീൻ കൂടി പിടിയിൽ. 2002 മാർച്ച് 3 അന്വേഷണ ചുമതല CBI ചെന്നൈ യൂണിറ്റിലെ VT നന്ദകുമാർ ഏറ്റെടുക്കുന്നു. 2002 നവംബർ മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചുവന്നകുന്നിൽ വീണ്ടും പരിശോധന. 2002 ഡിസംബർ 16 VV ഹംസയെ 1-ാം പ്രതിയാക്കി 9 പേർക്കെതിരെ കുറ്റപത്രം. 2005 ജൂലൈ 20 എറണാകുളം സബ് ജയിലിൽ നടന്ന പ്രതികളുടെ തിരിച്ചറിയൽ പരേഡിൽ 1-ാം പ്രതി VV ഹംസയെ ഹവ്വ ഉമ്മ തിരിച്ചറിയുന്നു. ഇതേ വർഷം തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പ്രതിയാക്കണമെന്ന ഹവ്വ ഉമ്മയുടെ ആവശ്യത്തെ തുടർന്ന് CBI പ്രത്യേക കോടതി ജഡ്ജി കമാൽ പാഷ കാന്തപുരത്തെ 10-ാം പ്രതിയാക്കുന്നു. പിന്നീട് ഹൈക്കോടതി ഇത് റദ്ദാക്കുന്നു. ഇതിനെതിരെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയും തള്ളുന്നു. 2008 മാർച്ച് വിദേശത്തേക്ക് കടന്ന 5 സാക്ഷികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ CBI കോടതി ഉത്തരവ്. 2010 ജൂലൈ 29 കോടതിയിൽ വാദിഭാഗം വിചാരണ പൂർത്തിയാകുന്നു. 2010 സെപ്റ്റംബർ 22 പ്രതിഭാഗം വിചാരണ പൂർത്തിയാകുന്നു. 2010 സെപ്റ്റംബർ 29 1-ാം പ്രതി VV ഹംസ കുറ്റക്കാരനെന്ന് കോടതി വിധിക്കുന്നു. മറ്റ് 8 പ്രതികളെ വെറുതെ വിടുന്നു. 2010 സെപ്റ്റംബർ 30 VV ഹംസയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് CBI പ്രോസിക്യൂട്ടർ KN രവീന്ദ്രൻ കോടതിയിൽ ആവശ്യപ്പെടുന്നു. പ്രത്യേക കോടതി ജഡ്ജി S വിജയകുമാർ 1-ാം പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിക്കുന്നു. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും വിധി. പിഴത്തുക മൗലവിയുടെ പത്നിമാരായ ഹവ്വ ഉമ്മയ്ക്കും സുബൈദയ്ക്കും തുല്യമായി വീതിച്ചു നൽകണം. നൽകിയില്ലെങ്കിൽ പ്രതി 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം. മൗലവിയുടെ മൃതദേഹം കൊണ്ടോട്ടി കീഴ്ശ്ശേരി സ്കൂളിനടുത്ത കിണറ്റിലിട്ട് മൂടി അതിനു മുകളിലൂടെ റോഡ് നിർമ്മിച്ചതായി ഇതേ ദിവസം തന്നെ മലപ്പുറം ജില്ലക്കാരനായ ഒരാളുടെ വെളിപ്പെടുത്തൽ. ഇക്കാര്യം മൗലവിയുടെ മരുമകൻ അയ്യൂബ് പൊന്നാനി പോലീസിനും പോലീസ് CBIക്കും കൈമാറുന്നു. 2010 ഒക്ടോബർ 1 പുതിയ വെളിപ്പെടുത്തലുണ്ടായ സ്ഥിതിക്ക് നിജസ്ഥിതി അന്വേഷിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് CBI വൃത്തങ്ങൾ. 2010 ഒക്ടോബർ 11 ശിക്ഷയ്ക്കെതിരെ VV ഹംസ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു. 2018 ഒക്ടോബർ 15 8 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച VV ഹംസയെ ഹൈക്കോടതി വിട്ടയക്കുന്നു. 2024 ജൂലൈ മൗലവിയുടെ തലയോട്ടി വെസ്റ്റ് ഹിൽ ബീച്ചിൽ കണ്ടിരുന്നുവെന്ന് ജേർണലിസ്റ്റ് സുനിൽ K ചന്ദ്രൻ്റെ വെളിപ്പെടുത്തൽ.